മാസ്കോലകളിൽ ഉല്ലാസം തേടി ഞാൻ കായ്ക്കുലയ്ക്കുമ്പോൾ ഉന്മാദം കണ്ടു ഞാൻ നിൻമരണകഥ. അത്ര മാസ്മരികമല്ല ഈ മരണമാസ് ഒരു ബ്ലാക്ക് ഹ്യൂമർ ഡാർക്ക് കോമഡി എന്നൊക്കെ പറയുന്നൊരു ജോണറിൽ വരുന്ന ഒരു രീതിയിലുള്ള പടമാണ് ബേസിൽ. ടൊവിനോയുടെ പടം, ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ബേസിൽ എന്നുള്ളൊരു പേര്. ബേസിലിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ലുക്ക്, തലയിലും ഫുള്ള് മഞ്ഞയൊക്കെ അടിച്ചിട്ട് ഫുള്ളൊരു എന്താണ് നാട്ടിനും വീട്ടിനും കൊള്ളാത്തൊരുത്തൻ എന്നുള്ളൊരു ടാഗ് ലൈനൊക്കെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു പ്രൊമോഷണൽ പരിപാടിയായിരുന്നു. സിജു സണ്ണി ഇദ്ദേഹമാണ് എൻ്റെ റൈറ്റർ. സിജു സണ്ണി നമുക്ക് രോമാഞ്ചം, അതിനുശേഷം വാഴ, ഗുരുവായൂരമ്പല നിറയിൽ ഈ പറഞ്ഞ പടങ്ങളിലൊക്കെ വന്നു. പുള്ളി പെട്ടെന്ന് തന്നെ ഒരു റൈറ്ററായിട്ട് വരുന്നു. ശിവപ്രസാദ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടർ വരുന്നു. ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബേസിൽ അഭിനയിക്കുന്നു. രാജേഷ് മാധവൻ, സുരേഷ് കൃഷ്ണ, സിജു സണ്ണി അഭിനയിക്കുന്നുണ്ടല്ലേ പറഞ്ഞു കുറച്ചധികം, ജോമൻ ജ്യോതിർ, പൂജ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉള്ള എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പടം എന്നുള്ള നിലയിൽ തന്നെയാണ് വന്നത്. എൻ്റെ പ്രൊമോഷൻസും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ വിഷുവിന്. പോരാ, ഫസ്റ്റ് ഹാഫ് പിന്നും ഓക്കെയാണ്. കാരണം ഹ്യൂമറാണ്. സിജു സണ്ണി ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ശ്രീകാന്ത് വെട്ടിയാരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു ചെറിയ സൈഡ് റോളൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ എനിക്കൊന്ന് അവരുടെ സ്ക്രിപ്റ്റിലും ഒക്കെ റൈറ്ററായിട്ടും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ പുള്ളി വീഡിയോസൊക്കെ ഇട്ട് തന്നെയാണ് വൈറലായി കയറി വന്നതും. എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ തോന്നിയത്, നമ്മൾ കരിക്കിനകത്തൊക്കെ വരുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു 2 എപ്പിസോഡ് 3 എപ്പിസോഡൊക്കെ ആയിട്ട് വരുന്ന അങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫിലിം, അല്ലെങ്കിൽ അത് ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലുള്ള കണ്ടൻറ്റുകളുടെ പോലും ക്വാളിറ്റി ഇതിനില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം കണ്ടൊരു കാര്യം. ആക്ച്വലി ഇത് സിജു സണ്ണിക്ക് വേണമെങ്കിൽ ഇതൊരു നല്ല രീതിയിലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വെച്ചിട്ട് യൂട്യൂബിൽ ഇട്ടിരുന്നെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഒക്കെ വൈറലായി സെറ്റായി വന്നതെന്ന് തോന്നുന്നു. പക്ഷേ സിനിമയ്ക്കുള്ള, അല്ലെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ സിനിമയ്ക്കുള്ള ഒരു പഞ്ചുള്ള സാധനം ഇതിനകത്തില്ല. ബേസിക്കലി അത് ഭയങ്കര മോശം റൈറ്റിംഗ്. ഡയലോഗ്സൊക്കെ നമുക്ക് നേരത്തെ വന്നിട്ടുള്ള സിനിമകളിലും നേരത്തെ വന്നിട്ടുള്ള കഥകളിലും കാര്യങ്ങളിലൊക്കെ പറയുന്നതുണ്ടല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള റെഫറൻസ് കോമഡികളാണ് ഇതിനകത്ത് വർക്കൗട്ട് ആവുന്ന കോമഡികൾ. അല്ലാത്ത കോമഡികളൊന്നും വർക്കൗട്ട് ആവുന്നില്ല. ഇപ്പോൾ നമുക്ക് സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ എടുക്കുമ്പോൾ എന്ത് കോമഡിയാണ് വർക്കൗട്ട് എന്ന് നമുക്കറിയാം. അതേപോലെ സിജു സണ്ണിക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ള ക്യാരക്ടറിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുള്ള ക്യാരക്ടർ ഉണ്ടെന്നുള്ളത്. പക്ഷേ ബേസിലിന് അതുമില്ല. ബേസിൽ ഇതുപോലുള്ള സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പക്കാരൻ, അല്ലെങ്കിൽ ഇച്ചിരി ബോയ് നെക്സ്റ്റ് ഡോർ, ഇച്ചിരി പ്രശ്നം എന്നുള്ള നിലയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടറും കൂടെയാണ്. എന്നിരുന്നാൽ പോലും ഇതങ്ങ് എറിക്കുന്നില്ല, വർക്കാവുന്നില്ല. സ്ക്രീൻ സ്പേസ് പോലും ഇല്ല. ഒരു ഇങ്ങനെ വരുന്നു, ഇങ്ങനൊരു ക്യാരക്ടർ ഇങ്ങനെ വരുന്നു, പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ കോൺഫ്ലിക്റ്റിൽ ഡയറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നില്ല. പടത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റിലേക്ക് ഇദ്ദേഹം ഡയറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നുമില്ല ബേസിലെ ക്യാരക്ടർ. അതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് എനിക്ക് സിജു സണ്ണിക്ക് ഉണ്ടെന്ന് തോന്നി. ഇതിനകത്തൊരു മിന്നൽ മുരളി റീയൂണിയൻ പോലെ എനിക്ക് തോന്നി. മിന്നൽ മുരളിയുടെ ഡയറക്ടർ ബേസിലുണ്ട്, ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പോരാത്തതിന് നമ്മുടെ വില്ലനായിട്ടുള്ള മിന്നൽ ഷിബു ആയിട്ടുള്ള ഗുരു സോമസുന്ദരി പടത്തിനകത്തൊരു ചെറിയ ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടൊരു മെനയാവുന്നില്ലല്ലോ സജി എന്നുള്ളൊരവസ്ഥയായിരുന്നു. എനിക്ക് സെക്കൻഡ് ഹാഫ് ഒട്ടും വർക്കായില്ല. ഫസ്റ്റ് ഹാഫിൽ കുറച്ചധികം, സെക്കൻഡ് ഹാഫിലും കോമഡികളുണ്ട്, വർക്കാവുന്ന കോമഡികളുണ്ട്. നാഗസൈര്യന്തി ചേച്ചിയുടെ പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ഓവർ ദ ടോപ്പ് കുറേ കഴിയുമ്പോഴത്തേക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ ഈ വെട്ടിയാറുടെ സാധനത്തിനകത്ത് വരുന്ന രീതിയിലുള്ള കുറച്ച് സ്ലാപ്സ്റ്റിക് കോമഡീസ് കാര്യങ്ങൾ, മറ്റേ പറയുമ്പോൾ തെറ്റിപ്പിങ്ങുന്ന കോമഡികൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ടെക്നിക്കൽ സൈഡിൽ JKയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ഈ മരണമാസം എന്നുള്ള ഒരു മാസ്മരികം എന്നുള്ള പാട്ട്, ഫോർ മങ്കീസിൻ്റെ പാട്ട്, അത് നന്നായിരുന്നു. പക്ഷെ അത് പടത്തിൽ അത് കാര്യമായിട്ടില്ല. BGM പരിപാടികളൊക്കെ തന്നെയാണ് മെയിനായിട്ട് പോകുന്നത്. എഡിറ്റർ ചമൻ ചാക്കോ കുറച്ചുകൂടെ ഫാസ്റ്റ് കട്ട് ആക്കാമായിരുന്നു എന്ന് ഒരു തോന്നലുണ്ടായി. അതേപോലെ സിനിമാറ്റോഗ്രാഫി നീരജ് രവി ഡീസൻറ്റ് വർക്കാണ്. എൻ്റെ പ്രശ്നമായിട്ട് തോന്നിയത്, ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് നോക്കണം പടങ്ങൾ. പുള്ളി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പുള്ളി ചെയ്ത പടമാണ്. അതേപോലെ വഴക്ക്, അദൃശ്യജാലകങ്ങൾ, കള പോലുള്ള പടങ്ങൾ കൊണ്ടുവന്ന ടൊവിനോ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഇറങ്ങുന്ന സിനിമയാണ്. സോ എക്സ്പെക്റ്റേഷൻസ്, നമുക്ക് ആ ഒരു സാധനം ഉണ്ടാവും, സ്റ്റഫ് പടത്തിനകത്ത് കണ്ടൻറ് ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. ബേസിലിൻ്റെ കരിയറിൽ ഡൗൺ ആയി നിൽക്കുന്നൊരു പടമാണ്. പുള്ളിയുടെ എഫേർട്ട്, ലുക്ക് വൈസുള്ള ചേഞ്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ പോലും അതങ്ങ് എത്തിയില്ല. തീരെ മോശമാണെന്നുള്ളതല്ല, പടത്തിനകത്ത് കോമഡികളുണ്ട്. നമുക്ക് ആ സിറ്റുവേഷണൽ കോമഡികൾ, നമ്മൾ ഈ റീൽസിനകത്തൊരു 30 സെക്കൻഡ് ഓടത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ, അങ്ങനെ കുറച്ച് വൈറലാവുന്ന രീതിയിലുള്ളതും മീം ടെംപ്ലേറ്റ്സൊക്കെ ഭാവിയിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഒരു പടം എന്നുള്ള നിലയിൽ ടോട്ടാലിറ്റിയിൽ നമ്മൾ ഒരു 2-2.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തക്ക രീതിയിലുള്ള ഒരു കഥയോ തിരക്കഥയോ അതിനുള്ള ഒരു കളമോ പടത്തിനകത്തില്ല.
വളരെ ഷാലോ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. ക്യാരക്ടേഴ്സും ഒന്നും നമുക്കൊന്നും അങ്ങനെ രജിസ്റ്റർ ആവുന്നില്ല. ഈ ഈവൻ ബേസിലിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, സിജുവിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, അങ്ങനെ ഒന്നും ഒരു പഞ്ചുള്ള ഒരു ക്യാരക്ടർ പോലും ഇല്ല. അധികം ഒന്നും അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫൺ വാച്ച് എന്നുള്ള നിലയിൽ കുറച്ച് സമയമൊക്കെ ഉണ്ട്, വലിയ പരിപാടികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോയി കാണാം എന്നുള്ളൊരു രീതിയിലുള്ളൊരു പടമാണ്. ഇപ്പോൾ വെക്കേഷനാണ്, കോമഡിയാണ് ബേസിക്കലി. പിന്നെ കുറച്ച് വയലൻസ്, വളരെ പേരിന് കുറച്ച് വയലൻസ് പരിപാടികളും ഉണ്ട് ഇതിനകത്ത്. പിന്നെ വർക്കൗട്ട് ആവുന്ന കോമഡികളുണ്ട്, തീരെ ഇല്ല എന്നല്ല, ചിരിക്കാം. പക്ഷേ മൊത്തത്തിൽ അങ്ങ് വർക്കായില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ബൈ.